സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഒരു കവിയത്രി, ഒരു നടിയെ ഇത്രയധികം സ്നേഹിക്കുകയും ഇത്രയധികം ആരാധിക്കുകയും ചെയ്യുന്നതെന്നറിയുമ്പോൾ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ഒരുപാട് അതിഥികൾ, അവർക്ക് പരിചയമുള്ള ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ എനിക്കൊന്നും പറയാനും ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ സിനിമ കാണുന്ന ഒരാളായിരുന്നു. ഞാനും ശ്രീവിദ്യ എന്ന് പറയുന്ന നടിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട്, അപ്പോൾ എനിക്കും ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനൊക്കെ. ഞങ്ങളന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു താരജോഡികളായിരുന്നു ഈ മധു ശ്രീവിദ്യ എന്ന് പറഞ്ഞത്. മധു സാറിൻ്റെ കൂടെയാണ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് അല്ലേ? അത് അങ്ങനെ വന്നതായിരിക്കാം. ഈ നേരത്തെ പറഞ്ഞ പോലെ സാറൊക്കെ പറഞ്ഞ ഒരു ഇമേജ് ഉണ്ടാക്കുമല്ലോ ചില ആർട്ടിസ്റ്റുകൾക്കല്ല. അപ്പോൾ ഈ ഒരു ജോഡിയോട് ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടം തോന്നിയോണ്ടാവാം അങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ. ഞങ്ങളുടെ പേര് ഇപ്പം എന്തൊക്കെയെല്ലാം പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും ഉണ്ടെങ്കിലും സിനിമയിൽ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഞങ്ങളുടെ പേർ സക്സസ് ആയപ്പോൾ കുറേ പടങ്ങൾ അങ്ങനെ വന്നു എന്നല്ലാതെ, പിന്നെ സുകുമാരനും സോമനൊക്കെയാണ് എൻ്റെ മക്കൾ. പിന്നെ അടുത്ത സെറ്റിൽ പോകുമ്പോൾ സോമനാണ് എൻ്റെ ഭർത്താവ്. അപ്പം ഇങ്ങനെ ഒരു 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 ഇമേജിലും പെടാതെ, ഇപ്പം മമ്മൂട്ടിയുടെ കൂടെ തന്നെ ഞാൻ അമ്മയായിട്ടും ചേച്ചിയായിട്ടും അനിയത്തിയായിട്ടും ഭാര്യയായിട്ടും കാമുകയായിട്ടും എല്ലാമായിട്ടും അഭിനയിച്ചിട്ടുണ്ട് വിതിൻ എ സ്പാൻ ഓഫ് 1.5 years. All the films were well received. So ഈ ഓഡിയൻസിൻ്റെ ഒരു മഹത്വമാണത്. നസീർ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ, നസീർ സാറിന് ഒരുപാട് പടം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സാറെ ഞാൻ ആദ്യം കാണുന്നതെന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഷൂട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. റാണി ചേച്ചിയുടെ കൂടെ ഷൂട്ടിങ്ങിൽ പോയിട്ടുണ്ട്. അന്ന് തിക്കൂർഷി സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിൽ ഞാൻ കയറി എപ്പോഴും ഓർമ്മയുണ്ട്. പളിങ്ക് പാത്രം എന്ന് പറഞ്ഞൊരു പടം. അത് സാവിത്രി അമ്മ തമിഴിൽ അഭിനയിച്ചൊരു പടമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ തിക്കൂർഷി സാറൊക്കെ, നീ ഇപ്പോഴും ഉണ്ടോ ഇൻഡസ്ട്രിയിൽ, നീ എന്നെ കാണാൻ വരാത്തത്, നിന്നെ ആളാക്കിയത് ഞാനാണ്, മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വരട്ടി അങ്ങനെ തമാശയൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ അന്നും നസീർ സാർ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഒരു സിനിമാ താരമായിട്ട്. അപ്പോൾ ശാർക്കര ക്ഷേത്രത്തിൽ ഒരു ആന കൊടുത്തു സാർ, ഒരു ആന നടയിൽ. അപ്പോൾ അതിന് എൻ്റെ അമ്മയാണ് കച്ചേരി ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി വീട്ടിൽ വന്നിരുന്നപ്പോൾ ഞാൻ കർട്ടൻ്റെ പിന്നാലെ ഇരുന്ന് എല്ലാവരും വിളിച്ചു, ഇതാണ് പ്രേംനസീർ, കണ്ടോ വന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്നോ അത് വിചാരിച്ചേ ഇല്ല. വേനൽ മഴയിലും അവിചാരിതത്തിലും സ്വപ്നത്തിലുമെല്ലാം നല്ല നല്ല കഥാപാത്രങ്ങളായി ശ്രീമതി ശ്രീവിദ്യ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച അതിൻ്റെ സംവിധായകൻ ശ്രീ കെ കെ രാജീവാണ് അടുത്ത അതിഥി. കെ കെ രാജീവിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ആദ്യം ഈ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കണം എന്ന് തോന്നാനൊക്കെ കാരണം? ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ശരി. അത് ഏത് സിനിമ കണ്ടപ്പോഴാണ് അങ്ങനെ? ഒരുപാട് സിനിമകൾ ഉണ്ട്. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യം പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ് സീരിയൽ ചെയ്യുമ്പോൾ അതിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ചേച്ചിയാണ് സമീപിച്ചത്. ശരി. അതിനുശേഷമാണ് അത് ഭാരതിയമ്മ ചെയ്യുന്നത്. അപ്പം ആ ക്യാരക്ടർ ശരിക്കും ചേച്ചി ചെയ്യേണ്ടതായിരുന്നു. ഏത് വെറൈറ്റി ക്യാരക്ടറായാലും വളരെ പവർഫുള്ളായിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എങ്കിലും നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായിട്ടും 100% വിശ്വസിക്കാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അതിപ്പോൾ ഏത് ലെവലിലുള്ള ക്യാരക്ടറായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കപ്പാസിറ്റിയാണ് രാജു പറയുന്നത്. എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ ചിലപ്പോൾ പെട്ടെന്ന് എനിക്കത് ഇഷ്ടമല്ല, എനിക്കങ്ങനെ ശ്രീവിദ്യ ഒരു ദുഷ്ടകഥാപാത്രമായി കാണാൻ താല്പര്യമില്ല, അങ്ങനെ തോന്നുന്നു. അങ്ങനൊന്നുമില്ല. ഇല്ല, നമ്മളിപ്പോഴും ക്യാരക്ടറിൻ്റെ കൂടെ ആയതുകൊണ്ട് അത് ക്യാരക്ടർ ഏത് സ്വഭാവത്തിലുള്ള, ഇപ്പം നെഗറ്റീവ് ക്യാരക്ടറായാലും ചേച്ചി നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അത് അങ്ങനെയുള്ള ഇമേജ് കോൺസെപ്റ്റുകളൊന്നും നമ്മൾ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരിക്കലും കാസ്റ്റിങ്ങോ ക്യാരക്ടർ കൺസീവ് ചെയ്യുന്നു. രാജീവിന് ഒരുപാട് ഒബ്സഷൻസ് ഉണ്ട് അല്ലേ? മഴ രാജീവിൻ്റെ ഒരു ഒബ്സഷനാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ക്യാമറാമാൻ വൈദി രാജീവിൻ്റെ ഒരു ഒബ്സഷനാണെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ ഒരു ഒബ്സഷനാണോ? അത് എൻ്റെ മാത്രമല്ല, എല്ലാവരും ഓൾ യൂണിറ്റ് അതുപോലെ രാജീവിൻ്റെ ഒരു ഒബ്സഷനാണോ ശ്രീവിദ്യ? അങ്ങനെ ഒരു ഒബ്സഷൻ അങ്ങനെ പറയാം. തീർച്ചയായിട്ടും. ചേച്ചിയെ വെച്ച് വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് ക്യാരക്ടർ എങ്ങനെ കൊടുത്താലും നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു റിസൾട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതെ, കഴിവുള്ള ഒരു സംവിധായകനാണ് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് തൻ്റെ ഒബ്സഷനാണ്. ഒരു ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത്, ആ ഒരു അംഗീകാരം.